This was the worst Brazil team ever. A humiliation for the host nation. Brazil are out of the World Cup. I think it's the worst Brazilian team I've seen. Well, because they haven't got any top-class players. Brazil, the favourites, are gone. പതർച്ചയും ഇടർച്ചയും ബ്രസീൽ ഫുട്ബോളിൽ എക്കാലത്തും സംഭവിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ആത്യന്ത്യം കരുത്തോടെ തിരിച്ചു വരുന്നത് അവരുടെ രക്തത്തിൻ്റെ കഴിവാണ്. അവരുടെ ആ വരവ് സർവ്വതും സ്വന്തമാക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചായിരിക്കുമെന്നത് ചരിത്രം പലവട്ടം സാക്ഷിയായിട്ടുമാണ്. വീഴ്ചകളുണ്ടായാലേ ഉയർച്ചയെ മതിമറന്ന് ആസ്വദിക്കാൻ സാധിക്കൂ. അതിങ്ങനെ നാളിതുവരെ ഒഴുക്കിയ കണ്ണുനീരിന് അറുതി വരുത്തും. അവരുടെ പാരമ്പര്യമായ രീതിയും അതുതന്നെയാണല്ലോ. ചരിത്രം അവർക്ക് വേണ്ടി വഴിമാറുകയോ വഴങ്ങിക്കൊടുക്കുകയോ തിരക്കഥെഴുതുകയോ ചെയ്യാറില്ല. മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം കീറിമുറിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ് അവരുടെ പതിവ്. 94 നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ 2002 ഒരു വൈക്കിംഗ് ടീം സൃഷ്ടിക്കപ്പെട്ടത് ലോക ഫുട്ബോളിൻ്റെ തലവര പോലും മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു. ആ ബ്രസീൽ ടീമിനെ തീർക്കുക പോയിട്ട് ഒന്ന് തൊടാൻ പോലും ഭയന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ബ്രസീൽ. ഒരു ഫേവറേറ്റിനെ തിരഞ്ഞെടുക്കാൻ സാക്ഷാൽ ലാൻസ്ലോട്ടിക്ക് പോലും സാധിക്കാത്ത തരമൊന്ന്. യുവത്വവും എക്സ്പീരിയൻസും കൂടിക്കലർന്ന ഒന്ന്. ഈ ഫുട്ബോൾ ലോകം കൺട്രോൾ ചെയ്യാൻ ശേഷിയുള്ള നെയിമുകൾ. ഏത് പൊസിഷനിലും മികച്ചവരെ നിരത്താൻ അതിനൊത്ത ബെഞ്ച് സ്ട്രെങ്ത്തുള്ള ടീം. യെസ്, ദേ ആർ റിക്രിയേറ്റിംഗ് ദ വൈക്കിംഗ് എറ. Once every 4 years, dewy-eyed and weak at the knees, Planet Football invites seduction by Brazil, by their charisma, by their mystique. No group of players. വരാനിരിക്കുന്നത് ചെറിയ ചരിത്രമൊന്നുമല്ല, അതിലേക്ക് ചേർക്കാൻ പോകുന്നതും. ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിൽ അതിൻ്റെ പൂർണ്ണരൂപം ഫുട്ബോൾ ലോകം കാണാൻ പോവുക തന്നെയാണ്. അതിനേക്കാളേറെ മുമ്പ് ഫ്രാൻസിനോടും ക്രൊയേഷ്യയോടും വരുന്ന സൗഹൃദ മത്സരങ്ങൾ അളന്ന് മുറിച്ചുറപ്പിക്കാനുള്ള അവസാന നാളുകൾ തന്നെയാണ്. കൂടെ മൊറോക്കയോട് ആദ്യ മത്സരത്തിലേക്ക് നെയ്മർ കൂടി വരുമ്പോൾ എല്ലാം തിരിച്ചു പിടിക്കാൻ അവസാന നിമിഷം കൂടെ പുലർന്നിട്ടുണ്ടാകും. 1970 മെക്സിക്കോയിൽ സാക്ഷാൽ പെലെ വേൾഡ് കപ്പ് ഉയർത്തി വിരമിക്കൽ പ്രഖ്യാപിച്ച വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിയൻ ഫവേലകൾ മറ്റൊരു വേൾഡ് കപ്പിനായി കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട 24 വർഷങ്ങളായിരുന്നു. ഒടുവിൽ 94 ദുങ്കയുടെ സംഘം ഇറ്റലിയെ പരാജയപ്പെടുത്തി ബ്രസീലിയൻ തെരുവുകളിലേക്ക് വീണ്ടും വിശ്വകിരീടം എത്തിക്കുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതുതന്നെയാണ്. ആ ചരിത്രം കാണാൻ തന്നെയാണ് ഞാനും ഈ ലോകവും കാത്തിരിക്കുന്നത്. 2002 കഫുവും റൊണാൾഡോ നസാരിയും നേടിത്തന്ന വേൾഡ് കപ്പ് കഴിഞ്ഞ് 2026 കാലമെത്തുമ്പോൾ 24 വർഷം കടന്നുപോയിരിക്കുന്നു. കാലവും സമയവും എല്ലാം വിധിക്ക് സമാനമായാൽ ആഞ്ചലോട്ടി ബ്രസീലുകാരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും സാരം. അതെ, ആ ചരിത്രം വീണ്ടും ആവർത്തിക്കട്ടെ. ബ്രസീലിയൻ ജനതയുടെ വിശ്വാസങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പുലരട്ടെ. അതാണല്ലോ അവരുടെ പാരമ്പര്യം. എക്കാലത്തും എല്ലാം അങ്ങ് വിധിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നില്ല അവരുടെ നീതി. പലവട്ടം വിധിയുടെ മാറി പിളർന്ന് ചരിത്രത്തിൻ്റെ നെറുകയിലേക്ക് നിന്ന് വിശ്വകിരീടം ഉയർത്തുകയായിരുന്നു അവർ. ബ്രസീലിയൻ ജനതയുടെ വിശ്വാസവും അതുതന്നെയാണ്. കിരീടം ഉയർത്തുന്നത് കാണാൻ വരുന്ന കാൽപന്താരതകളുടെ ഹൃദയം കൂടെ കവർന്നെടുത്ത് സാമ്പാ നർത്തകർ ത്രിലോകം കീഴടക്കാൻ വരുമ്പോൾ എതിരാളികളുടെ ഉള്ളൊന്ന് പിടയ്ക്കുന്നുണ്ടാകണം. കാരണം അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അത്രമേൽ ബ്രൂട്ടലായിരുന്നല്ലോ. അതെ, ബ്രസീൽ ഫുട്ബോളിൻ്റെ സിംഹാസനം വീണ്ടെടുപ്പ് നടത്താൻ വരുന്നുണ്ട്. ഇനി കണ്ടറിയണം നടക്കാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തെല്ലാമാണെന്ന്. Razovic back.